ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് സ്പെഷ്യലാണ് എനിക്ക്. കാരണം വേറെ ഒന്നല്ല, ഇന്ന് എൻ്റെ അസാന് പോവാണ്. അപ്പം എൻ്റെ അടുത്ത് അസാനെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് അസാനു ആരാണ്, ചേച്ചിയുടെ മോനാണോ, എന്താണ് ഈ ഉണ്ണീനെ എത്ര ഇഷ്ടം എന്നൊക്കെ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അസാനൊന്ന് പോവാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗ് വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അവൻ പോയി കഴിഞ്ഞ് കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്കത് കാണണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടൊക്കെ ഞാനിന്നത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ട് വായോ. പോണേൻ്റെ അന്ന് തലേദിവസത്തെ വീഡിയോ കേട്ടോ. ഷെജിത്ത് ഇങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അസാൻ്റെ ഡ്രസ്സ് കുറച്ചവിടെ മാറ്റി വെച്ചിരുന്നു കേട്ടോ. എൻ്റെ ഡ്രസ്സും കൂടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അത് തനിയെ എടുത്തുകൊണ്ട് വന്നിട്ട് പാക്ക് ചെയ്യാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അവനും കൂടി അതിലേക്ക് വീണു പോവുകയാണ്. അവനെ കൊണ്ടുപോയില്ലെങ്കിലും അവൻ്റെ ഡ്രസ്സ് കൊണ്ടുപോയില്ലെങ്കിലും എന്ന് വെച്ചിട്ടാണ് എടുത്ത് കൊടുക്കണത് കേട്ടോ. അങ്ങനെ ഒന്ന് അസാനും പോവുകയാണ്. രാവിലെ തന്നെ കുറുക്ക് കൊടുക്കണ പരിപാടിയിലാട്ടോ. കുറുക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർ പോകും. അസാനം ഓൾറെഡി കുളിപ്പിച്ചിട്ടൊക്കെയാണ് ഇരുത്തിയേക്കണത്. കുറുക്ക് തിന്നാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ ശരിത്തെ എന്തൊക്കെയോ പറഞ്ഞ് കുറുക്ക് തീറ്റുകയാണ് കേട്ടോ. പോവാൻ റെഡിയായി, ഒരുങ്ങി ഓട്ടോറിക്ഷ കയറി ഇരിക്കുന്നു. ഓട്ടോറിക്ഷയിലല്ലോ പോണത്. ടാറ്റാ. നമുക്ക് ഒരു വശം പല്ലടി കൊണ്ടോ ശരിട്ടോ. അവൾക്ക് സന്തോഷമാണ് വാപ്പിച്ച് വരണുണ്ട്. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും അസാനു എൻ്റെ കുട്ടിയാണോ എന്ന് ചോദിക്കും. അസാനുവിൻ്റെ ഉമ്മച്ചി ഇതാണ് ഗായ്സ്. ഇതാണ് ശരി. നല്ല കോലത്തിൽ ഒരുങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അസാനുവിൻ്റെ ഉമ്മച്ചി. അസാനൊക്കെ കൊണന്നാക്കണെന്ന് അപ്പയാണ് കേട്ടോ. അപ്പാന്ന് വിളിക്കണത് അസാനു ആണ്. അസാനുവിന്റെ അപ്പയാണ് കേട്ടോ ഇത്. ശരിക്കുള്ള പേര് അഫീസ് എന്നാണ് കേട്ടോ. അസാനുവിന്റെ വെല്ലിക്കയാണ് കേട്ടോ ഇത്. വെല്ലിക്ക. പോണില്ലേ? എന്റെ മോൻ പോകണ്ട കേട്ടാ. ഇവരൊക്കെ പൊക്കോട്ടെ കേട്ടാ. അമ്മ ചേച്ചീനെ അടുത്ത വീട്ടിൽ അസാന്റെ അമ്മ കൊടുത്ത ബനിയൻ ഇങ്ങനെ പിടിച്ചിട്ട് കടൽ അവൾക്കാണെങ്കിൽ ഒരു വിഷമല്ല. ഇതെന്താണത് പ്രാന്തായിന്. അസാനും എവിടെ? എന്റെ അസാന് പൊന്നെ എവിടെ? പൊന്നെ എന്റെ മോൻ വാണിയം പറക്കി പോട്ടാ. പോണില്ലേ? ഉണ്ണിമോളും ഉമ്മച്ചി പൊക്കോട്ടെ അല്ലേ? പൊടി മൂക്കിലേക്ക് പോവും. വരുമ്പോ മറ്റേ സ്കൂട്ടർ ഇല്ലേ, ഒരു വടിയും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പോണത്, അത് കൊണ്ടുവന്നിട്ട് അപ്പ അത് കയറി നിന്ന് ഇതിലെന്റെ വണ്ടിയും പെടുന്നുണ്ട്. അയ്യോ അതിനെടുക്കാണ്ട് എന്നിട്ടാ തേക്കണി ക്രീം പറഞ്ഞേ. എന്റെ കാൽമ തേക്കട്ടെ. കാൽമ തേക്കട്ടെ. അമ്മൂനെ കൊണ്ടുപോകോ? കൊല്ലുന്നു എടുക്കണ്ട്. എന്നെ കൊണ്ടുപോകോ? എന്നെ കൊണ്ടല്ലേ സ്കൂട്ടർ ഓടിക്കാൻ പറ്റില്ല. നിങ്ങ കൊളിച്ചോ, എനിക്കെന്തിട്ടാ പണിയുള്ളത്? ഷെയ്ത്ത് അവനെ കുളിപ്പിച്ചിട്ട് നേരെ എൻ്റെ കയ്യിലേക്ക് തന്നോട്ടെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ബോഡി ലോഷനൊക്കെ ഞാൻ തേച്ച് കൊടുത്തു. എന്നിട്ട് പാൻറ് ഇട്ട് കൊടുത്തു, ഷർട്ട് ഇട്ട് കൊടുക്കാണ്ട്. ഈ ഷർട്ട് ഞാൻ ഇന്നലെ എൻ്റെ അസാനുവിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇച്ചിരി വലുപ്പം ഇച്ചിരി കൂടിപ്പോയിട്ട് ഇറക്കം കുറച്ച്, വേറെ കുഴപ്പമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷെ കാണാനൊന്നും കുഴപ്പമില്ല. ഒരു തെരി വലുപ്പം കൂടിയ പോലെ എനിക്ക് തോന്നിയിട്ട് അവന്. പൊട്ടും തട്ടിട്ടിന് ഉമ്മൊക്കെ യൂട്യൂബിൽ പെടുട്ടോ. നോട്ടാനോ അത്താലേലും തരുന്ന വെച്ചു കൊടുക്കുന്നു.
ഷർട്ടൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ ഞാൻ ഷൂവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അവനക്ക്. ഈ ഒരു ഷൂ ഇടാനായിട്ട് അവനക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. അങ്ങനെ അതും ഇട്ട് കൊടുത്തു. ഷർട്ട് കുറച്ച് വലിപ്പമുള്ളത് പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഷെയ്ത്താടുത്ത് പറഞ്ഞു ഇത് മാറ്റാന്ന്, ഇതെപ്പോഴെങ്കിലും അവൻ ഇട്ട് കൊടുത്താൽ മതി, എനിക്ക് അവനത് ഇട്ട് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഷെയ്ത്ത് ഇട്ട് കൊടുത്തോന്ന് പറഞ്ഞത്. ഇതിട്ട് പോവാന്നും വിചാരിച്ചത്. പക്ഷേ എനിക്ക് എന്തോ ഒരു സുഖക്കേട് പോലെ തോന്നി, മാറ്റാമെന്ന് ഞാൻ തന്നെ പറഞ്ഞു. അങ്ങനെ വേറൊരു ഷർട്ട് എടുത്തിട്ട് അതിട്ട് കൊടുത്തു കേട്ടോ ഞാൻ. അവനത് മാറ്റാനായിട്ട് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അവൻ വാശിയൊക്കെ പിടിച്ചെങ്കിലും ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പുതിയതാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് ഇട്ട് കൊടുത്തു കേട്ടോ അവന്. ഇന്നത്തെ ഷൂ ഒക്കെ ഇട്ട് റെഡിയായി. എല്ലാം കഴിഞ്ഞപ്പോ അവന്റെ മുടി ഈരി കൊടുക്കായിരുന്നു കേട്ടാ ഞാൻ. മുടിയൊക്കെ ഈരി വെച്ചിട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന്. മുടി മരുന്ന് കൊച്ചു കൊച്ച് വയ്യാണ്ടായ കുട്ടിക്ക് കണ്ടാടെ കൊണ്ടേ കണ്ടോടെ നമുക്ക് മോനെ നോക്ക് ഇതൊന്ന് പൊന്തിച്ചോക്കിയേ. ഇത് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് നിന്റെ ചാക്കല്ല് കാറിപ്പ അടിമുട്ടെന്ന് തോന്നുന്നുണ്ട്. ഫുള്ള് ബുക്സാ. കണ്ണാന്നുണ്ടോ? ഒരുങ്ങിയെല്ലാം കഴിഞ്ഞപ്പോൾ അതേ മതിലിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യാണ് കേട്ടോ. ഞാൻ പറയണത് പോലെയൊക്കെ നിന്ന് പോസ് ചെയ്ത് തരുവേ. ഭയങ്കര ഇഷ്ടമാട്ടോ അതിന്. അത് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ അമ്മേരെ അടുത്തേക്കാട്ടോ പോയത്. വേറെ ഒന്നുമില്ല, പൂവാണെന്ന് ടാറ്റ കൊടുക്കാൻ പോയതാട്ടോ. അമ്മയാണെന്നുണ്ടെങ്കിൽ അരി ഇരുന്ന് ചേറുമായിരുന്നു, അതിലിരുന്ന് കളിക്കുകയായിരുന്നു കേട്ടോ അസാനു എപ്പോഴും തന്നെ അവൻ്റെ പരിപാടി അമ്മേരെ അടുത്ത് കേട്ടോ. അമ്മേരെ അടുത്ത് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഈ പാത്രം കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് വാതിലടച്ചിട്ട് നോക്കുക കേട്ടോ. എല്ലാം ഞാൻ വിട്ടു കൊടുക്കാട്ടാ. ഇതെന്തിനാ മുന്നേ ഇത് കൊണ്ടുപോവാനാ? നിന്റെ മോന്റെ എന്തുട്ടാ? എന്തുട്ട്? കടുകാണോ കൊണ്ടോണ്ടേ? അതെന്തിനാടാ? എന്തുണ്ടാക്കാനാ? പൂവും മുളകാ? ഇത് നോക്ക്, മുളക്. ആ മാല ഇട്ടോ. ആ മീൻ പിടിച്ചെന്റെ മോനെ കഴുത്തിലിട്ടോ. ബക്കറ്റ് ഇറങ്ങാനൊക്കെ സമയമായി തുടങ്ങിയിട്ടോ. ശരിത്താണെങ്കിൽ ഇതേ പെട്ടിയൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കുക കേട്ടോ. കുറേ ഡ്രസ്സും ഉണ്ണിമോളെ കളിപ്പാട്ടങ്ങളും ഉണ്ണിമോളെ ബുക്കും കാര്യങ്ങളും എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പം എല്ലാതും എടുത്ത് വെക്കുകയാണ് ശരിത്ത. കണ്ടോ മുടി അകത്തോട്ടാക്കാന് അങ്ങനെ മുടി കണ്ടതുകൊണ്ടാണ് മറച്ചു വെക്കാൻ പറയുന്നത്. തട്ടക്കാരൻ മാക്കാൻ നിന്നെ കൊടന്നാക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലഗേജ് എടുക്കണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. വണ്ടി ഇവിടെ കൊണ്ടിട്ട് അമ്മ പറക്കൊണ്ടിരിക്കുക. വേഗം എടുത്തോ, വണ്ടി വണ്ടി ഇങ്ങോട്ട് കൊണ്ടുപോവാ വർക്കാം. ഇറങ്ങാനായപ്പോൾ ചെയ്താക്ക് വിഷമം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ക്യാമറയിലേക്ക് നോക്കുന്നില്ല, എനിക്ക് മുഖം തരുന്നില്ല കേട്ടോ. അങ്ങനെ വിഷമം വരുന്നുണ്ട്. പാലത്തിൻ്റെ അവിടേക്ക് നമ്മൾ ലഗേജൊക്കെ കൊണ്ടുപോയി പറക്കി വെക്കായിരുന്നു കേട്ടോ. അവിടെ എച്ചിമ്മയും ഉണ്ണിമോളതേ കരഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് സങ്കടം കൊണ്ട്. അമ്മയും വരുന്നുണ്ടായിരുന്നു ലഗേജും കൊണ്ട്, ഉണ്ണിമോളെ ബാഗും ഒക്കെ കൊണ്ടിട്ടോ. അഫീസ് വണ്ടി അപ്പുറമാണ് കൊണ്ടിട്ടത്. അങ്ങനെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ടിട്ട് വേണം നമുക്ക് ഇതൊക്കെ പറക്കി വെക്കാനായിട്ട് കേട്ടോ. അവനാണെങ്കിൽ ബാഗിൻ്റെ മേലെ കയറിയിരിക്കുകയായിരുന്നു കേട്ടോ. ഉണ്ണിമോള് കരഞ്ഞൊരു വിധമായിട്ടുണ്ട്, സങ്കടമൊക്കെ വന്നിട്ട് കണ്ണൊക്കെ തുടച്ചിട്ടാണ് കേട്ടോ വരണത്. വണ്ടി അവിടെ നിന്ന് അഫീസ് കൊണ്ടുവരുന്നുണ്ട്. ഈ കറുപ്പക്കാറിലാണ് കേട്ടോ അസാനും ശരിത്തെ ഉണ്ണിമോളും പോണത്. ഒരു മോർത്തന്നെ മോനെ
നിശിത്താക്ക് സങ്കടമൊക്കെ വന്നിട്ട് കരച്ചിലായിട്ടോ. പിന്നെ അത് ഡിക്കിയൊക്കെ തുറന്നിട്ട് ഞാനും ഓഫീസും കൂടി ലഗേജൊക്കെ കയറ്റാനായിട്ട് തുടങ്ങിയിട്ട് ആദ്യം തന്നെ ഈ ഒരു വലിയ പെട്ടിയാണ് എടുത്ത് കയറ്റിയത്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് ഞാൻ പൊക്കിയത്. കൂടുതൽ ഭാരം ഓഫീസ് പൊക്കിയത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. 4-5 പെട്ടികളുണ്ടായിരുന്നു. കാരണം ഉണ്ണിയോളുടെ ഡ്രസ്സും പിന്നെ കളിപ്പാട്ടവും ബുക്കും എല്ലാതും ഉള്ള കാരണം 4-5 പെട്ടികളുണ്ടായിരുന്നു. എല്ലാതും കയറ്റിയിട്ട് അവസാനം ഡിക്കി അടച്ചു കേട്ടോ. അവസാനം നോക്കി നിൽക്കുന്നുണ്ട്. ബൈ. ഇതാണ് ഗൈസ് അസാരുൻ്റെ ഉമ്മച്ചി. ഇനി മോളെ ടാറ്റാ. അപ്പുറം പോ. അസാരു എന്തെന്ന് പറയുന്നമ്മ പറയുന്നമ്മ കാറ് വന്നപ്പോൾ തന്നെ അതിൽ കയറിയിരുന്നു കേട്ടോ. അവസാനം ഭയങ്കര ഇഷ്ടമാണ് കാറിലിരിക്കാനൊക്കെ. ഉമ്മ ചോദിച്ചപ്പോൾ പിടിച്ച് നക്കുക കേട്ടാ. അവൻ എവിടേക്കോ ടാറ്റ പോവാന്ന് പറഞ്ഞിട്ടാണ് കയറി കുത്തിരിക്കണത്. അവനക്ക് അറിയില്ല അവനിനി പോവുകയാണ്, ഇനി തിരിച്ച് ഇങ്ങോട്ടേക്ക് വരില്ല എന്നുള്ള കാര്യം അവനക്ക് അറിഞ്ഞുകൂടാട്ടാ. ടാറ്റ പോവുകയാണെന്ന് വെച്ചിട്ടാണ് കയറിയിരിക്കണത്. പുള്ളിയോട് ഡോറൊക്കെ അടയ്ക്കാൻ പറഞ്ഞു. ടാറ്റയൊക്കെ തന്നു ഉമ്മയൊക്കെ തന്നിട്ട് പോവുകയാണ് കേട്ടോ അവൻ. അങ്ങനെ പോവാനായിട്ട് കാറിലൊക്കെ കയറി. എനിക്ക് എന്താണെന്ന് അറിയാൻ പാടുള്ളത്, വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടാ. എന്താണെന്നറിയില്ല, എനിക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അസാരു വണ്ടിയിൽ കയറി പോവാനായിട്ട് എനിക്ക് ടാറ്റയൊക്കെ തന്നുവിട്ട്. അവനറിയാൻ പാടില്ലല്ലോ അവൻ ഇനി ഇങ്ങോട്ട് വരില്ല. ഇനി വരുന്നുണ്ടെങ്കിൽ തന്നെ വീട്ടുകാരനായിട്ടല്ലല്ലോ, ഇനി അവസാനം വിരുന്നുകാരനായിട്ടായിരിക്കും. അതറിയില്ല കേട്ടോ അവനക്ക്. അങ്ങനെ അവൻ ടാറ്റയൊക്കെ തന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പൂവായി എൻ്റെ പൊന്ന്. ഹലോ, ഞാൻ ഇവിടെ പറമ്പിലാണ്. ഇത് ചേച്ചി പോവല്ലേ? നടക്കാൻ മറന്നുപോയി. ഇല്ല, ഒന്ന് പണിഞ്ഞ്. കരയണ്ടടി, പോയിട്ട് വാ. കരയണ്ട എന്റെ മോനെ, കരയണ്ട കേട്ടാ. എന്റെ മോനിരിക്കണം നോക്കിയാ കരയണ്ട സുന്ദരനായിട്ട്. അങ്ങനെ പാട്ടൊക്കെ കേട്ട് കാലൊക്കെ കയറ്റി വെച്ച് എന്തൊക്കെയോ കിനാവ് കാണുന്ന പോലെ ആട്ടാ ഇരിക്കണത്. അങ്ങനെ അസാനു ഇനി എൻ്റെ വീഡിയോയിൽ ഉണ്ടാവില്ല കേട്ടാ. ഇനി ആരും അസാനു എന്തിയെ എവിടെയെന്നൊന്നും ചോദിക്കണ്ട. ഇനി എൻ്റെ വീഡിയോയിലൊന്നും അസാനു ഉണ്ടാവില്ല കേട്ടാ. അപ്പം അങ്ങനെ അസാനു പോയി. അപ്പം അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. കൂടുതലായിട്ട് എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല ഇനി. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.